അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഇസ്ലാമിൽ വൈവാഹിക ജീവിതത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരിക്കൽ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, വിവാഹമില്ലാതെ നിസ്കാരവും നോമ്പുമൊക്കെയായി എൻ്റെ ജീവിതത്തെ, ആരാധനകളെ ഞാൻ ക്രമീകരിക്കട്ടെയോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹത്തിൻ്റെ മഹത്വം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വിവാഹിതരായ നവദമ്പതികൾ ആദ്യ രാത്രിയിൽ ചെയ്യേണ്ട ചില സുന്നത്തായ കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളെ നിറവേറ്റിയാവണം ദാമ്പത്യ ജീവിതത്തിന് തുടക്കം കുറിക്കേണ്ടത്. കാരണം എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങേണ്ടത് ബിസ്മി കൊണ്ടാണല്ലോ. ബിസ്മി കൊണ്ട് തുടങ്ങപ്പെടാത്ത കാര്യങ്ങളൊക്കെ ബർക്കത്തറ്റതാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ, മരണം വരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകേണ്ട നമ്മുടെ കുടുംബജീവിതവും അതിൻ്റെ തുടക്കവും ബിസ്മി കൊണ്ട് തന്നെ ആവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യ രാത്രിയിൽ ഭർത്താവ് ഭാര്യയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ചൊല്ലിക്കൊടുക്കേണ്ട വളരെ ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാറകല്ലാഹു ലികുല്ലി വാഹിദിൻ മിന്നാ ഫീ സാഹിബിഹി അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വഖൈറ മാ ജബൽതഹ അലൈഹി വഅഊദു ബിക മിൻ ശർരിഹ വശർരി മാ ജബൽതഹ അലൈഹി. ഈ പ്രാർത്ഥനയാണ് ഭർത്താവ് തൻ്റെ ഭാര്യയുടെ തലയിൽ കൈവച്ച് ചൊല്ലിക്കൊടുക്കേണ്ടത്. വളരെ സ്നേഹത്തോടെയാണ് ഭാര്യയോട് ഭർത്താവ് പെരുമാറേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൃഗങ്ങൾ പരസ്പരം സമീപിക്കുന്നത് പോലെ നിങ്ങൾ ഭാര്യമാരെ സമീപിക്കാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഒരു ദൂതനെ അയക്കണം. സഹാബത്ത് ചോദിച്ചു, മനി റസൂലു യാ റസൂലല്ലാഹ്, ഏതാണ് ആ ദൂതൻ നബിയെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഖുബ്ലത്തു വൽ കലാം. നിന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കുന്ന, സുഖിപ്പിക്കുന്ന നല്ല വാക്കുകൾ നീ അവളോട് പറയണം. അതുപോലെ അവൾക്ക് നീ നല്ല ചുംബനങ്ങൾ നൽകണം. ഇതൊക്കെയാണ് ലൈംഗിക ബന്ധത്തിന് മുമ്പ് തൻ്റെ ഭാര്യയുമായിട്ട് ഭർത്താവ് ചെയ്യേണ്ടത്. ഇനി ഭർത്താവ് തൻ്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ ദുആഇനെ അവൻ പറയണം. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്വാന വജന്നിബി ശൈത്വാന ഫീമാ റസഖ്തനാ. ബിസ്മില്ലാഹി, അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ നാമം കൊണ്ട് തുടങ്ങുന്നു. അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്വാന, അല്ലാഹുവേ ശൈത്താനെ നീ ഞങ്ങളെ തൊട്ട് നീ അകറ്റിക്കളയണം. വജന്നിബി ശൈത്വാന ഫീമാ റസഖ്തനാ, നീ ഞങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്താനത്തിലും ശൈത്താന്റെ ഷറിനെ തൊട്ട് നീ അകറ്റിക്കളയണം. ഇതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ഈ ദുആ ആണ് നമ്മൾ ലൈംഗിക ബന്ധത്തിന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, അതിനു വേണ്ടി തുടങ്ങുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുസുന്നത്തുകളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.